വീടിന്റെ വൈബെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മൂടാട്ടാ. ഊഞ്ഞാലിരുന്ന് ആടി ഒരു ചായ ഒക്കെ കുടിച്ച് ഇരിക്കുമ്പോഴുള്ള ഒരു സുഖല്ലേ എന്റെ മക്കളെ. സെറ്റാണ്. ഈ ഗഡിമാൻ വരച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടത്. ഇപ്പൊ കണ്ണീര് വരാവോ. വെളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം വെളുത്താൻ നോക്കിയ സൂര്യൻ പോകാണ്ട് എനിക്ക് ഈ വീട്ടിൽ ലൈറ്റ് ഇടണ്ട. അതാണ് ഈ വീടിന്റെ പ്രത്യേകത. ഇത് വരച്ചത് സാബിത്താണ്. കേരള മോഡുള്ള ഒരു വീട് വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവന്റെ അടുത്ത് അത് സെറ്റാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ആ മോഡൽ തന്നെ എനിക്ക് വരച്ച് സെറ്റാക്കി തന്നു. അവൻ വരച്ച ആ മോഡലിൽ തന്നെ എനിക്ക് ആ ബെൻസൻ വീട് പണിതും തന്നു. അത് വീട് മൊത്തം ഓപ്പൺ ആണ്. കിച്ചണിൽ നിന്നാലും ഡൈനിങ്ങിൽ നിന്നാലും എവിടെ നിന്നാലും ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് കാണാൻ പറ്റും. അതാണ് ഈ വീടിന്റെ ഒരു വേറൊരു വൈബ്. ഇടത്തെ സൈഡിലാണ് നമ്മുടെ ഡൈനിങ് വരുന്നത്. ആ ഡൈനിങ്ങിൽ തന്നെയാണ് പൂജയുടെ ചെറിയൊരു പോർഷൻ. അവൻ നമുക്ക് വിളക്ക് വയ്ക്കാനും അങ്ങനെയുള്ള ഒരു ചെറിയൊരു പോർഷൻ. അതും സ്ഥാപിതന്റെ ഒരു കഴിവ് തന്നെയാണ്. കരിങ്കല്ലിൽ കൊത്തിണ്ടാക്കിയ ബെഡ്. ചരാതുകളൊക്കെ കത്തിച്ച് വെക്കാനായിട്ട് ഇങ്ങനെ ബോക്സ് മരിനെ വെച്ചിട്ടുണ്ട്. അത് ഇപ്പൊ നമ്മുടെ ദീപാവലി വരുമ്പോ ചരാത് കത്തിച്ച് വെച്ച് അതിന്റെ ഉള്ളില് ചെറിയൊരു ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടില്ലേ നമ്മുടെ ആർച്ചിന്റെ ഉള്ളിൽ കൂടെ. അതൊരു 6 മണി നേരത്തെ ഈ ചരാതും ആ ലൈറ്റും കൂടി വെച്ച് കഴിഞ്ഞാല് എന്റെ മക്കളെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് സാധനമാണ് അത്.